ആബയുടെയും സച്ചുബ്രോയുടെയും വീട് കേട്ടോ. മെയിൻ സംഭവം സച്ചു സ്പെഷ്യൽ കോള പ്രത്യേകിച്ച് വഴറ്റു അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം എന്നിട്ട് എന്റെ പേര് വെക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. അത്മാതിരി ടേസ്റ്റ് ആയിരുന്നു. ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സച്ചുബ്രോ വന്ന് എന്നെയും പ്രിയങ്ക ഡോക്ടറെയും പിക്ക് ചെയ്തായിട്ട് നമ്മൾ സച്ചുബ്രോയുടെ ആബയുടെയും വീട്ടിലേക്ക് പോവാണ്. അപ്പം അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെയാണ് പരിപാടികൾ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ആബയുടെയും സച്ചുബ്രോയുടെയും വീട് കേട്ടോ. ഞാനും പ്രിയങ്ക ഡോക്ടർ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കോ. ആബ ഇന്ന് എക്സ്ട്രാ ഡ്യൂട്ടി എടുത്ത് സൺഡേ ആയിട്ട് എക്സ്ട്രാ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ആബ വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ സച്ചു ഇവിടെ എന്താ സച്ചു കുക്ക് ചെയ്യാൻ പോന്നെ? അതെന്തോടാ സച്ചു എന്തോ ഒരു സാധനം ഉണ്ടാക്കി. ഇതിന്റെ പേര് കുസ്കുസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആയിരിക്കുന്നേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എടാ സോയ ചങ്ക്സ് ആണ് ഇട്ടേക്കുന്നേ. ഓ സോസേജ്. കൊള്ളാടാ, പോലെ ഇരിക്കുന്നല്ലേ. അങ്ങനെ സച്ചു തൽക്കാലത്തേക്ക് ഞങ്ങളുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്ന കുസ്കുസ് കഴിച്ചുകൊണ്ട് മെയിൻ സംഭവം സച്ചു സ്പെഷ്യൽ കുഴിമന്തി. സച്ചു സ്പെഷ്യൽ കുഴിമന്തി എന്ന് പറയാനൊരു കാരണമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പം അത് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. സവോളയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഓരോരോ സെക്ഷനായിട്ട് ഞാനും പ്രിയങ്ക ഡോക്ടറും കൂടെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആബ ഡ്യൂട്ടി കഴിഞ്ഞ് എത്താറാവുമ്പോഴേക്കും നല്ല അടിപൊളി കുഴിമന്തി റെഡിയാക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുഴിമന്തിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം ക്യാപ്സിക്കം ഇങ്ങനെ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പ്രിയങ്ക ഡോക്ടർ അതവിടെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സവോള ഇതേപോലെ തന്നെ കുനുകുനയാണ് നമ്മൾ അരിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇനിയാണ് ഈ ഐറ്റംസ് എല്ലാം കൂടി നമ്മുടെ ചിക്കനിലേക്ക് അങ്ങ് മിക്സ് ചെയ്യും. അത് ഡയറക്റ്റ് സവോള പ്രത്യേകിച്ച് വഴറ്റു അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒരുമിച്ച് ക്യാപ്സിക്കവും സവോളയും പിന്നെ കുറച്ച് മസാലകളുണ്ട് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള മസാലകൾ. എന്തോ മന്തി സ്പെഷ്യൽ മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മന്തി ഉണ്ടാക്കുന്ന ഒരു സെപ്പറേറ്റ് വീഡിയോ ഒരു ദിവസം ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിനകത്തിൽ ഞാനതെല്ലാം കൂടി പറയുന്നില്ല. അപ്പം എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് സവോള ഇതും സെപ്പറേറ്റ് വഴറ്റാതെ ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ അടുപ്പിൽ വെച്ച് പിന്നെ ഇത് കുറേ നേരം നമ്മൾ കുക്ക് ചെയ്യണം. ചെറിയ തീയിൽ വെച്ചിട്ട് കുറേ നേരം ഇത് നന്നായിട്ട് കുക്കായി വരണം. അടുത്ത നമ്മൾ ബസ്മതി റൈസ് എടുത്ത് അതിലേക്ക് നമ്മൾ നോർമലി ബിരിയാണിയിൽ ആഡ് ചെയ്യുന്ന മസാല ഐറ്റംസ് ഒക്കെ ഇട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉണക്കനാരങ്ങ ഇട്ടിട്ട് റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആബയും സുജിത്തും ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. എത്ര സമയം എടുക്കും? എന്റെ പൊന്നു സുജിത്ത് അവിടെ എന്തെടുക്കുന്നത്? അയ്യോ തമാശ. അയ്യോ ചളി അടിച്ച് തകർക്കുവാണ്. പ്രിയങ്ക ഡോക്ടർ അവിടെ. അയ്യോ ആ മൂലയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു, കാണാനേ പറ്റി. സുജിത നീ എന്താ ചെയ്യുന്നേ? തക്കാളി കട്ട് ചെയ്യുന്നോ? നീ ഇതൊക്കെ ചെയ്യോടെ? നീ എന്നിട്ട്
കുക്ക് ചെയ്യണത് അങ്ങനെയല്ല. ഇവനോ? അല്ല, ഇർഫാൻ കുക്ക് ചെയ്യില്ല, അങ്ങനെ കുക്ക് ചെയ്യില്ല, രോഹിത് കുക്ക് ചെയ്യില്ല, അമിത് അങ്ങനെ കുക്ക് ചെയ്യില്ല, ഇവനാണ് കുക്ക് ചെയ്യാറ്. ഓ, ഈ വീഡിയോ കണ്ട് ആരെങ്കിലും ഒക്കെ വിചാരിക്കണം കുക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഇന്ന് രാവിലെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നറിയോ? ഉപ്പുമാവും പോർക്കും. നീ കുക്ക് ചെയ്തതാ? നീ കുക്ക് ചെയ്തതാണോ? ഞാൻ മാനത്തോട്ട് തമാശ ഈശ്വരാ, ഈ ചളി കണ്ടിട്ട് എല്ലാരും ഓടൂടാ. എന്റെ വീഡിയോ എന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഓടും. അല്ല, 105 106 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്. സുജിത്ത് എന്നെ കളിയാക്കൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ മന്തി റൈസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്കുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിട്ടില്ലൻ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസേജ് ഫ്രൈ ചെയ്തേക്കാം കേട്ടോ, അതും അടിപൊളിയായിരുന്നു. ചട്നിയും സാലഡും എല്ലാം കൂടി ചേർത്ത്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കുഴിമന്തി കഴിക്കുന്നത്. എന്തോ എനിക്കിതുവരെ കഴിക്കാൻ തോന്നിയിട്ടില്ല. എൻ്റെ പേര് കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. പക്ഷേ ഇത് സച്ച് ഉണ്ടാക്കിയ ഒരു രക്ഷയില്ലായിരുന്നു. അത്മാതിരി ടേസ്റ്റ് ആയിരുന്നു. ഇതിനുശേഷം ഞാൻ വീണ്ടും കുഴിമന്തി ഓർഡർ ചെയ്തു. പക്ഷേ സച്ചു ഉണ്ടാക്കിയ ടേസ്റ്റിൻ്റെ അത്രയും വന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും സച്ചിനെ കൊണ്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതുപോലെ ഒരു പ്രാവ് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയായി. ഞാൻ സുജിത്തിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ക്ലാസ്സിന് വേണ്ടിട്ട് പോവുകയാണ് ഗൈസ്. ഈ ക്ലാസ് കഴിയുമ്പോ ഞാൻ സച്ചുവാണ് പഠിപ്പിക്കുന്ന ആള്. പച്ചടിച്ച് പോയാലോ? ബൈക്ക് മേടിച്ചു കൊടുത്തേ. അങ്ങനെ ഞങ്ങൾ സ്കെക്നസ് എന്ന് പറയുന്ന ടൗണിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് സുജിത്തിന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ആ റൂട്ടൊക്കെ ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് ടൗണൊക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റിയടിച്ച്. നൈറ്റിലെ സ്കെക്നസ് ഒരു രക്ഷയില്ല, പൊളി വൈബാണ് കേട്ടോ. ഫുൾ ഓൺ ആണ്, സിറ്റി ഫുൾ ഓൺ ആണ്. അങ്ങനെ ഞങ്ങൾ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിയടിച്ചതിന് ശേഷം അവിടെ ഒരു ഷോപ്പിൽ കയറി ഡോണറ്റ്സും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. ഡോണറ്റ്സും ഐസ്ക്രീമും കൂടെ നല്ല പൊളി കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.